ആകെ 10 വേക്കൻസി മാത്രം നോട്ടിഫിക്കേഷനിൽ വന്ന ഒരു പോസ്റ്റിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് 5 സെക്യൂർ ചെയ്യാൻ പറ്റുന്നത്, അതും കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരേ ഒരാൾ നിങ്ങളാവുമ്പോൾ ഒരു ഫീൽ എന്തായിരിക്കും? ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ലേ? അന്ന് വേറെ ആയിരുന്നു, അന്ന് വേറെ ജോലി കിട്ടിയ ടെൻഷൻ. ഇതുവരെ ജോലി ഇല്ലാത്ത ടെൻഷൻ, ഇപ്പൊ ജോലി കിട്ടിയ ടെൻഷൻ. അപ്പം ഈ 1:30 വിളിക്കുമ്പോൾ പോലും അതിലൊരാൾ മതി. ബാക്കി 29 ആൾക്കാർ അവിടെ പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും ഒരു പറയുമ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇപ്പൊ പലതും പറയാലോ. അതായത് ഇപ്പം എല്ലാം ശരിയാവും എന്നൊരു സാധനം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊരു വാംത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും ഒരു ലോ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2025 തുടക്കത്തിലായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിയോട് ഞാൻ പറയാറില്ലെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും എന്ത് ചെയ്യണം? അതിന് അപ്ലൈ ചെയ്യണം. 2024 നോട്ടിഫിക്കേഷൻ വരുന്നു, അതേ വർഷം തന്നെ എക്സാം നടക്കുന്നു. 2025 അവസാനം അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നു. 2026 തുടക്കത്തിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നു. ഇതൊരു സ്വപ്നം പോലെയല്ലേ? ഏതൊരു ആസ്പിരൻറ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. എക്സാം എഴുതി അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പം ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ ലിസ്റ്റിൽ ആകെ 10 വേക്കൻസി മാത്രം നോട്ടിഫിക്കേഷനിൽ വന്ന ഒരു പോസ്റ്റിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് 5 സെക്യൂർ ചെയ്യാൻ പറ്റുന്നത്, അതും കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരേ ഒരാൾ നിങ്ങളാവുമ്പോൾ ഒരു ഫീൽ എന്തായിരിക്കും? ഇന്ന് ഞാൻ ടീംമേറ്റ്സിൻ്റെ അച്ചീവേഴ്സ് ടോക്കിലൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വിശാൽ. പരിചയപ്പെടാം നമുക്ക്. ഓൾ ഇന്ത്യ റാങ്ക് 5, ഓൾ കേരള റാങ്ക് 1, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. വിശാൽ, വെൽക്കം ടു ദ അച്ചീവേഴ്സ് ടോക്ക്. താങ്ക് യു സർ. സോ ഹൗ ഡു ഫീൽ നൗ? ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ്, കുറച്ച് ടെൻഷൻസ്. അങ്ങനെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ലേ? അന്ന് വേറെ ആയിരുന്നു, അന്ന് ജോലി കിട്ടിയ ടെൻഷൻ. ഇതുവരെ ജോലി ഇല്ലാത്ത ടെൻഷൻ, ഇപ്പൊ ജോലി കിട്ടിയ ടെൻഷൻ. ചില ആൾക്കാർ പറയാറുണ്ട്, ജോലി കിട്ടുന്നവരെ ഏത് ആ ടെൻഷനായിരുന്നു. ജോലി കിട്ടി പണിക്ക് പോയാൽ പറയും വയ്യ, പണിയെടുക്കാനൊന്നും വയ്യ, അവിടെ പോകണം ഇവിടെ പോകണം. ജോലി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ. ഇതൊക്കെ തന്നെയാണ് ജീവിതം, നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും വലിയൊരു അഭിമാനമുള്ളൊരു മൊമെൻ്റാണ്, വലിയൊരു അഭിമാന നേട്ടമാണ് വിശാൽ കൈവരിച്ചത്. അതും ഇപ്പം എന്തായാലും ഇപ്പം ഒരു വേക്കൻസി 10 ആകുമ്പോൾ നോർമലി ഏതൊരു സ്റ്റുഡൻറ്റും ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് വലിയും അല്ലേ? വേക്കൻസി ഉള്ളൂ. ഇപ്പം സതേൺ റീജിയൻ ആണ്. അപ്പം എനിക്ക് കിട്ടുമോ? SSCയുടെ സെയിം എക്സാം പാറ്റേൺ തന്നെയാണ്, എങ്കിലും ചില ആൾക്കാർക്ക് മടി ഉണ്ടാവും. പക്ഷെ വിശാല നോക്കിയില്ല, ഏത് എക്സാം വന്നാലും അടിക്കുന്ന ആളാണോ? അതെ, ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അത് സത്യം പറഞ്ഞാൽ ഒരു ചാൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പം ടെക്നിക്കൽ പോസ്റ്റ് ആണ്, പക്ഷെ അത് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നൊരു എക്സാമും കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും എഴുതാം, എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർ വരാം. പിന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ നോക്കി. ഇപ്പം ജിയോളജി ആണ് ടോപ്പിക് സബ്ജക്റ്റ് എങ്കിലും ഇതിൽ തന്നെ ജിയോളജി പഠിച്ച ആൾക്കാർ എന്തായാലും തീർച്ചയായും ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ ജിയോളജിയിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഗവൺമെൻറ് ജോബ് തന്നെയാണ്. നമ്മളൊരു പൊസിഷൻ വെച്ചിട്ടും സ്റ്റാറ്റസ് വെച്ചിട്ടും. അപ്പോൾ തീർച്ചയായും ഈ പോസ്റ്റ് ആരും മിസ് ഔട്ട് ചെയ്യൂലെന്ന് എനിക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്കും കൊടുത്തേ പറ്റൂന്ന് തോന്നി. കാരണം അതൊരു ചാൻസ് ആണ്. അവിടെ സ്വാഭാവികമായിട്ടും ചാലഞ്ചസ് ഉണ്ട്. SSC തന്നെയാണ്. ഫേസ് 12 നോട്ടിഫിക്കേഷൻ 2024 ലാസ്റ്റ് എക്സാം നടന്നു. പകുതിയോടെ എക്സാം നടക്കുന്നത്. 2025 എൻഡിങ്ങിലാണ് റിസൾട്ട്. എനിക്കത് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരു സെക്കൻഡ് സ്റ്റേജ്, 2 സ്റ്റേജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ആ സമയത്തും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയാതെ നമുക്കൊരു ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ മെയിൽ വഴി വരാതെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈവൻഡോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും. എന്തായിരുന്നു ആ ഒരു ടെൻഷൻ? എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ഒരു റിസൾട്ട് വന്നു എങ്കിലും നമ്മളൊരു അപ്പോയിൻമെന്റ് ലെറ്റർ നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാലേ ഓക്കെ ഫൈൻ, അതെ ഞാൻ ഈ ജോലി എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കിട്ടുള്ളൂ. ആ ഒരു ജേണി പറയാം. ഓക്കെ, ആക്ച്വലി അത് എന്നെക്കാട്ടും കുറച്ച് മുന്നേ തുടങ്ങി നമുക്ക് പറയാനുണ്ടായിരുന്നു. അതായത് ആദ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിച്ചപ്പം ഹൈദരാബാദിലായിരുന്നു വെരിഫിക്കേഷൻ ഉണ്ടായത്. ഹൈദരാബാദ് GSI റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട്. അങ്ങോട്ട് പോയപ്പം സ്വാഭാവികമായിട്ടും ഓക്കെ, അപ്പോൾ ഇവിടെ 10 സീറ്റ് ഉണ്ടെങ്കിലും ഒരു സീറ്റിന് ആക്ച്വലി 30 പേരെ വെച്ചിട്ടാണ്. 1:30
1:30 വെച്ചിട്ടാണ് വിളിച്ചത്. CGL പോലെയല്ല. പക്ഷെ ആ 1:30 തന്നെ നമ്മളെ കുറേ പേര് പ്രിലിമിനറി സ്ക്രൂട്ടിനി ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ഓൺലൈനായിട്ട് ഡോക്യുമെന്റ്സ് അയച്ച് കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു, വെറുതെ അപ്ലൈ ചെയ്ത ആൾക്കാരുന്നു. അങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 200-300 ആൾക്കാരുടെ ഇടയിലാണ് ഈ വെരിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഏകദേശം 5 ദിവസം. അപ്പോൾ ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതെ അതെ, അവിടെ ആകെ വന്ന 30 വേക്കൻസി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പോയ സമയത്തും ഇതേപോലെ ടെൻഷൻ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഫുൾ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് CGLും ഇതുപോലെ CHSലൊക്കെ പഠിക്കുന്ന അതിനുവേണ്ടി ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും. ഇപ്പം കേരളത്തിൽ നിന്ന് വിശാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അല്ലേ? ഒരാൾ മാത്രം, ഐ മീൻ അങ്ങനെയല്ല, സെലക്ട് ചെയ്യപ്പെട്ടുള്ള ഒരാളല്ലേ ഉള്ളൂ, ഒരാൾ മാത്രം. അപ്പം അവിടെയും കേരളൈറ്റ്സിന്റെ സാന്നിധ്യം കുറവായിരിക്കാം അല്ലേ? തീർച്ചയായും കുറവ് തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദം ഇപ്പം വിശാൽ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് സൈഡിൽ നിന്നാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത സമയത്ത് കുറെ പേര് ഓൾറെഡി പല പല സ്ഥലത്ത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ പേ സ്കെയിലും കാര്യങ്ങളും നോക്കിയിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, വീടിനടുത്ത് കിട്ടുന്ന ആൾക്കാർ അങ്ങനെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്നൊരു സംഭവമാണ്. പിന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എല്ലാം കോൺഫിഡൻ്റ് ആയിട്ട് തുറന്ന് പറയുന്ന സമയത്തൊക്കെ അവരവരുടെ മാർക്സിനെ പറ്റിയിട്ടൊക്കെ പറയലുണ്ടായിരുന്നു. അവർക്ക് റോ സ്കോർ ഏകദേശം എനിക്ക് 170+ ഉണ്ട്, 180+ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിരോധം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ അപ്പോൾ അത് ഒരു ചെറിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് പരമാവധി ആൾക്കാരോട് സംസാരിക്കാണ്ട് എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ് കൊടുത്തിട്ട് പോവാന്നുള്ളൊരു മൂടായിരുന്നു ആ സമയത്തുള്ള. അതെ, അത് പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു പ്രൊവിഷണൽ സ്റ്റാറ്റസ് പോലും തരില്ല. അത് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും അതിൽ വന്ന ആൾക്കാരെ വെച്ചിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് ജോബ് കിട്ടുക. അല്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ റിസൾട്ട് വന്ന് പാസ്സായിട്ട് ജോലിക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു വെരിഫിക്കേഷൻ ആയിരുന്നില്ല അല്ലേ? ഇതും ആ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ പോലെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയ സമയത്ത് ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഭയങ്കര നെഗറ്റീവ് തന്നെയായിരുന്നു. ഈ ആൾക്കാർ ഈ മാർക്ക് പറയുന്നതും അവരവിടെ പോയതിന്റെ കഥകൾ പറയുന്നതും ഇതിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറെ പേര്. അതെ. ഓക്കെ, അപ്പം ഈ ഫേസ് 12 എക്സാം ഈ SSCക്ക് പഠിക്കുന്നപ്പം റീസെൻ്റ്ലി കടന്നു വന്ന കുട്ടികളെ സംബന്ധിച്ച്, ഇതിലേക്ക് എക്സാമുകളിലേക്ക് കടന്നു വന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഫേസ് 12 എക്സാമിനെ കുറിച്ചൊന്നും, അല്ലെങ്കിൽ ഫേസ് എക്സാമുകൾ എന്താണെന്നുള്ളത് വലിയ ധാരണയില്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും CGL ഉണ്ട്, CHS ഉണ്ട്, MTS ഉണ്ട്, അല്ലെങ്കിൽ GD ഉണ്ട്, ഇതുപോലത്തെ പോസ്റ്റിലൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫേസ് 12 വഴി അവരുടെ ഒരു സർട്ടൻ ക്വാളിഫിക്കേഷൻസ് മാത്രമുള്ള പോസ്റ്റിലേക്കും SSC എന്ത് ചെയ്യാറുണ്ട്? റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടിയോട് ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും എന്ത് ചെയ്യണം? അതിന് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്തിട്ട് എഴുതണം. കിട്ടുന്നത് കിട്ടാത്തതൊക്കെ പിന്നെ ഓരോ എക്സാമും ഓരോ എക്സ്പീരിയൻസാണ്. വിശാൽ ആക്ച്വലി ആ ഒരു പോളിസി ഫോളോ ചെയ്യുന്ന ആളാണോ? അതെ അതെ, തീർച്ചയായും. കാരണം ഈ ഇപ്പോൾ സദേൺ റീജിയണിൽ ഹൈദരാബാദിലേക്കാണ് ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ളത്. അത് കൂടാതെ ഞാൻ സെൻട്രൽ റീജിയണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസ്റ്റേൺ റീജിയണിൽ ഉണ്ടായിരുന്നു, പിന്നെ നോർത്ത് റീജിയണിലും കൂടിയിട്ട് ഇങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ ജിയോളജിക്കൽ സർവേയിൽ തന്നെ അവരുടെ റീജിയണിൽ ഈ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തു, അവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫൈനൽ ലിസ്റ്റിൽ എന്നെക്കാട്ടും ഒറ്റ പോസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് 175 ആണ് എൻ്റെ ഫൈനൽ സ്കോർ വരുന്നത്. അപ്പോൾ അവിടെ 177 കിട്ടിയിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ലക്നൗവിൽ അങ്ങനെ ഈ സെൻട്രൽ റീജിയണിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റേൺ റീജിയണിലും അതുപോലെ നോർത്ത് റീജിയണിലൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു. വേറെ ആൾക്കാർ ഇവിടെയൊക്കെ ഒറ്റ പോസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പം ഈ 1:30 വിളിക്കുമ്പോൾ പോലും അതിലൊരാൾ മതി, ബാക്കി 29 ആൾക്കാർ അവിടെ പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. ആക്ച്വലി വിശാലിനിപ്പം കേരളത്തിൽ വർക്ക് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു ഈസ്റ്റേൺ റീജിയൻ അല്ലെങ്കിൽ സെൻട്രൽ റീജിയൻ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനാണോ താല്പര്യം? എവിടെ താല്പര്യം? എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആസ്പിറന്റിന്റെ ഒരു മെന്റാലിറ്റി സത്യം പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പാടില്ല. എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ എക്സാം ആവുമ്പോൾ അതെ അതെ അതെ, തീർച്ചയായും. പിന്നെ ഇപ്പം കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ PSC മാത്രം എഴുതി നോക്കിയാൽ മതിയായിരുന്നു. അതെ, സത്യമാണ്. കാരണം നമ്മളിവിടെ സ്വന്തം നാട്ടിലിപ്പം
SSCനെ സംബന്ധിച്ച് നമ്മളെ നാട്ടിലൊരിപ്പോൾ ഒരു CG എഴുതി ഒരു എക്സാം, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ അത് തന്നിട്ടേ ബാക്കിയുള്ളവർ കൊടുക്കുകയുള്ളൂ SSC. അതെ അതെ അതെ. പക്ഷേ ഇപ്പം അത് തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആകുമ്പോൾ നമ്മൾ ഏത് റീജിയനിൽ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വേണം. ശരിക്കും ഇത് പ്രിവിലേജ് അല്ലേ? ചില ആൾക്കാർ ഭയങ്കര കംഫർട്ട് സോൺ പ്രിഫർ ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കണം, ഇവിടെ തന്നെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. കൺവീനിയൻസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പിന്നെ ഞാൻ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ജിയോളജി ഫീൽഡാണ്. അതായത് നമ്മളിപ്പം ഭൂമിനെ പറ്റി പഠിക്കാനും അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും, ഇപ്പം എക്സ്പ്ലോറേഷൻസ് ഉണ്ടാവും, റിസർച്ച് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പം സത്യം പറഞ്ഞാൽ കേരളം ആക്ച്വലി ഒരു ചെറിയൊരു സ്റ്റേറ്റ് ആണ്. അതിനെക്കാട്ടും വലിയ വലിയ സ്റ്റേറ്റുകളും പല പല സ്ഥലങ്ങളും നാട്ടിൽ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയത് കർണാടക സദൺ റീജിയനിൽ എനിക്ക് ബാംഗ്ലൂരാണ് കിട്ടിയത്. ബാംഗ്ലൂർ. അപ്പം നമ്മുടെ ഈ ജിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിൽ യൂണിറ്റ് സ്റ്റേ ഇതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനിൽ എനിക്ക് തോന്നുന്നു കർണാടകയും ഗോവയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്സിൻ്റെ ഇതിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യാനുണ്ടാവുക. അത് 2 കൊല്ലത്തെ ഒരു പ്രൊബേഷൻ ശേഷം ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി ഉണ്ട്. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ വരാം, അല്ലെങ്കിൽ വേറെ നല്ല സ്ഥലത്ത് പോകാൻ പറ്റും. നല്ല സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പം ജിയോളജിക്കായിട്ട് ബന്ധപ്പെട്ട് വിശാലിനൊരു ഡ്രീം ഉണ്ടാവില്ല, ഇപ്പം ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു സൈറ്റിൽ പോകണം എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മൾ ആഗ്രഹങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അതെ, അത് ശരിയാണ്. അങ്ങനെ ഉണ്ട് ആക്ച്വലി. ഇപ്പം ജിയോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം കർണാടകത്തിൽ തന്നെയാണെങ്കിൽ അതിൻ്റെ പല പല ഭാഗങ്ങളാണ്. ഇപ്പം ഒരു കോസ്റ്റൽ ഭാഗത്താണെങ്കിലും ഉള്ളോട്ടുള്ള ഭാഗത്താണെങ്കിലും നല്ല നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്ര, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈവൻ ഉത്തർപ്രദേശ് പോലും കുറേ സ്ഥലങ്ങൾ. അതാണ് ഇന്ത്യയിൽ എവിടെ പോയാലും ആ ഒരു ഭയങ്കര ഒരു ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ഭയങ്കര നമുക്കങ്ങനെ ജിയോളജി പരമായിട്ട് നമുക്കൊരു അണ്ടർമൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മുടെ നാട്ടിലെല്ലാം എല്ലാം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ജിയോളജി പരമായിട്ട് നമുക്ക് ഭയങ്കര മണ്ണിന്റെ ടൈപ്പിൽ ഇപ്പം അലവിയൽ, റെഡ്, ഇങ്ങനെ ഒരുപാട് അബണ്ടന്റ് ആയിട്ടുള്ള അതിൽ തന്നെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ അല്ലേ. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ ട്രാൻസ്ഫർ അങ്ങനെ കിട്ടി പോവാണെങ്കിൽ വിശാല സന്തോഷമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തോ ആഗ്രഹിക്കാമല്ലോ, പക്ഷേ നമുക്ക് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു മൊമെന്റിൽ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 5 ഒക്കെ കിട്ടുക എന്ന് പറയുമ്പം വിശാലിൻ്റെ ഒരു ജേണി അല്ലേ, ഒരു ആസ്പിരൻ്റ് ആയിട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാം. ഒരുപാട് അധ്വാനം ഉണ്ടാവും. അപ്പോൾ വിശാൽ പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കാണുന്ന ആളാണ് ഞാൻ. ഒരുപാട് സ്റ്റുഡൻസ് ആ രീതിയിൽ ഇനിയിപ്പോൾ അവർക്കൊക്കെ കിട്ടണം കേട്ടോ, അവർക്കൊക്കെ കിട്ടണം. കാരണം വിശാലിനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി ഈ ഒരു മൊമെൻറ്റ് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. വിവേക് കൊളീഗ്സ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ വിശാലിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. താങ്ക് ഗോഡ് അങ്ങനെ ഒരു അവസരം കൂടി എനിക്ക് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ജേണി, പ്രിപ്പറേഷൻ അല്ലേ, അതിനെക്കുറിച്ച് എന്താ വിശാലിനെ പറയുള്ളത്? ആദ്യം വിശാലിൻ്റെ പ്രിപ്പറേഷൻ, ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് എക്സാമിൽ അപ്രോച്ച് ചെയ്യുന്നത്, പഠിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങിയത് 2021 ഞാൻ ഡിഗ്രി കഴിഞ്ഞ പാടെ നേരെ SSC കോച്ചിങ്ങിന് വരിക ചെയ്തത്. ഓക്കെ, SSC കോച്ചിങ്ങിന് വന്നതിന് ശേഷം ഞാൻ ആദ്യം ആക്ച്വലി ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ള മെറ്റീരിയൽസും കുറച്ച് ഫെസിലിറ്റീസും ഒക്കെ വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്ലാസ്സസ് കാണുക. പിന്നെ ക്ലാസ്സസ് കാണുമ്പം നമുക്ക് ഓൾറെഡി അറിയാത്ത സാധനങ്ങൾ, ഇപ്പം മാത്സ് ആണെങ്കിൽ ഇപ്പം നമ്പർ സിസ്റ്റത്തിലൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്താണ്, അതിൻ്റെ ആ ടോപ്പിക്ക് മൊത്തം പഠിച്ചു തീർക്കുക. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ നോക്കുക. ആ സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആദ്യം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ മാക്സിമം അത് കവർ ചെയ്യുന്ന ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്യുക, അത് നോക്കുക. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഹെൽപ്പ് വേണം. നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. 2 brains is better than 1 എന്നാണ്. അപ്പോൾ നമ്മളുടെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും, പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓൺലൈൻ ആയതിൻ്റെ കുറച്ച് ഡയറക്റ്റ് ഒരു ആക്സസിൻ്റെ ഒരു കുറവുണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താ പറയുക, നമുക്ക് വേണ്ട ഒരു ഗൈഡൻസും സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കുറേ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ മാത്സും റീസണിങ്, ഇംഗ്ലീഷ്, GK ഈ സാധനങ്ങൾ മൊത്തം ആ ഒരു രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. ഓരോന്ന് കവർ ചെയ്ത് പോവാം, പിന്നെ ഡൗട്ട്സ് ചോദിക്കുക, അങ്ങനെ. അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അത് വളരെ ഈസി ആയിട്ടും അതേപോലെ നമ്മൾ പോലും അറിയേണ്ട വളരെ പെട്ടെന്നായിരിക്കും അത് പോയിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ കുറേ
ടെൻഷനുകളും അൺസർട്ടനിറ്റീസും കൊണ്ട്, കാരണം ഞാനത് ഏകദേശം ആ ഒരു സ്റ്റേജ് എനിക്ക് ഏകദേശം 3 മാസത്തിനുള്ളിൽ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അതായത് 3 മാസത്തിനുള്ളിൽ ഞാൻ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത്, അവിടെയാണ് ശരിക്കും നമ്മളൊരു കോമ്പറ്റീറ്റർ ആണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു ഫേസ് അതായിരുന്നു. കാരണം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, നമ്മളത് എക്സാമിന് അപ്ലൈ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിയത് ആ ഒരു സെക്കൻഡ് ഇതിലാണ് വന്നത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുൾ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മാറി. അതായത് പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് ഒരു 80-90% നമ്മളിടുന്ന എഫേർട്ടും നമ്മളുടെ Effort ആയി. വർക്കും നമ്മളുടെ ഒരു ഡിസിപ്ലിൻ തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിലബസ് കംപ്ലീഷൻ ഇട്ട് കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും ഒരു എക്സാം എഴുതി കിട്ടുന്നത് വരെയുള്ള ഒരു പേഴ്സണൽ എഫേർട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സക്സസിനെ നിർണ്ണയിക്കുന്നത് അല്ലേ. നമ്മളിപ്പം ഒരു ദിവസം നമ്മൾ എന്ത് ഷെഡ്യൂൾ ചെയ്യുന്നു, അതെ എന്തൊക്കെ പഠിക്കുന്നു. ഇപ്പം ഒരു ദിവസം QA റീസണിങ് അല്ലെങ്കിൽ നമ്മൾ വീക്കിലി റിവിഷൻസ്. അപ്പം നമുക്കൊരു കോച്ചിങ് എന്ന് പറഞ്ഞാൽ ആ കോച്ചിങ്ങിന് തരാൻ പറ്റുന്നത് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് ശേഷം ഇപ്പം കോച്ചിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, ഓരോരോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചുകൾ ജോയിൻ ചെയ്യുക. അതെ അതെ ഇപ്പം ടീമേറ്റ്സിനെ സംബന്ധിച്ച് ടീമേറ്റ്സ് ഒരു പിന്നെ റെഗുലർ ബാച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മെൻറ്റർഷിപ്പ് ബാച്ച് ഉണ്ടാവും, അഡ്വാൻസ് ബാച്ച്, മെൻറ്റർഷിപ്പ് ബാച്ച്, പിന്നെ അതുപോലെ ഓരോ പിന്നെ Tier 1 ആണെങ്കിൽ Tier 1-ൻ്റെ ബാച്ച്, Tier 2 Tier 2-ൻ്റെ ബാച്ച്. അപ്പം ആ രീതിയിലുള്ള ബാച്ചുകൾ ഇപ്പം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലാണ് ഒരു ആസ്പിരൻ്റ് പോകേണ്ടത്. അതെ, എൻ്റെയും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു സ്റ്റേജ് പെട്ടെന്ന് നമ്മൾ പോലും അറിയാണ്ട് പെട്ടെന്ന് കഴിയുന്നൊരു സാധനമാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ കൂടുതൽ ആൾക്കാർക്ക് പറ്റിയ എന്താ പറഞ്ഞാൽ, എല്ലാവരും ഒന്നാമത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായത്. അതായത് കോളേജ് കഴിഞ്ഞ പാട് ഇതിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഹാങ് ഓവർ വിടാത്ത ആൾക്കാരായിരുന്നു. കുറേ പേര് അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ മിസ് ഔട്ട് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിലേക്ക് സത്യം പറഞ്ഞാൽ പോകാണ്ട് ആ ഒരു അവയർനെസ് ശരിക്കും വേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ഫീൽഡിലാണ് വരുന്നത്. ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് നഴ്സറി കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു സാധനം, ആ ഒരു സ്ട്രിക്ട്നെസ്സും അത്രയും സൂപ്പർവിഷനും കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വേണ്ടത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വർക്ക് ചെയ്ത സമയത്തും ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തതും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം കുറേ പഠിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ ഏറ്റവും ഡൗൺ ആയൊരു മൂമെൻ്റ് ഏതാ? ഡൗൺ ആയൊരു മൂമെൻറ്റ് എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും ഒരു ലോ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2025 തുടക്കത്തിലായിരുന്നു. കാരണം 2024 ലാസ്റ്റിലായിരുന്നു നമ്മൾ CGL, ആ സമയത്ത് CGL ഉണ്ടായിരുന്നു. 7,500 വേക്കൻസിക്ക് ശേഷം ഒരു മാസ് വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. 19,000 ആ ഒരു റേഞ്ചിലൊരു വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ TCSൻ്റെ ടൈമിൽ തന്നെ ഇപ്പം എക്സാം എഴുതി ഒരുവിധം ആ സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ എഫേർട്ടും കാര്യങ്ങളും ഇട്ട് ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ അങ്ങനെ മാനേജ് ചെയ്ത് പോയി. പ്രിലിംസ് പക്ഷേ എനിക്ക് ഏകദേശം 1 മാർക്കിന് പോയി. അപ്പം ആൻസർ കീ അനാലിസിസ് ചെയ്തിട്ടും ഇതൊക്കെയാണെന്ന് വെച്ചാൽ അബദ്ധങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ അറിയാണ്ട് പറ്റുന്ന നോർമലായിട്ടുള്ള പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഭയങ്കര കെയർലെസ് മിസ്റ്റേക്സ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആക്യുറസി ഒക്കെ 95 above ഒക്കെ ഉണ്ട്. പക്ഷെ മാർക്ക് അറ്റംപ്റ്റ്സ് കുറവായതുകൊണ്ട് മാർക്ക് അധികം ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് വലിയൊരു തിരിച്ചടിയായിരുന്നു ആക്ച്വലി. അതിന് മുന്നേ CHSL ഉണ്ടായിരുന്നു. CHSL ആണെങ്കിൽ എനിക്ക് ഫൈനൽ സ്കോർ 150 ആയിരുന്നു. കട്ട് ഓഫ് വന്നത് 157 ആയിരുന്നു. അപ്പോൾ ആ 7 മാർക്ക് എന്ന് പറയുന്നതിൽ ഞാൻ 2 ക്വസ്റ്റ്യൻസ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയും ചെയ്ത്, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ടൈമും കഴിഞ്ഞ്. അപ്പോൾ കറക്റ്റ് 7 മാർക്കിന് തന്നെയാണ്. ആ 7 മാർക്ക് എവിടെയാണോ പോയത് അവിടെ നിന്ന് തന്നെ അതിൽ തന്നെയാണ് ആ ഒരു ഔട്ടായി പോയത്. പിന്നെ MTS നോക്കുകയാണെങ്കിൽ MTS ഇതുപോലെ ക്വാളിഫൈ ആയി. വാക്കിംഗ് ഒരു ഫിസിക്കൽ ഒരു വാക്കിംഗ് ഉണ്ടായിരുന്നു. വാക്കിങ്ങിന് പോയപ്പം എൻ്റെ 2 കാലും പണിയായി അവിടെ റോട്ടിൽ കിടക്കേണ്ടി വന്നു. മസിൽ കയറി എന്തൊക്കെയോ സമയം വെച്ചാൽ ഒന്നാമത് MTS ഇത് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം പെട്ടെന്നാണ് അതിൻ്റെ റിസൾട്ട് വരികയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ. അതെ, അന്ന് അതേ സമയത്ത് ഞാൻ അന്ന് ഡൽഹിയിലായിരുന്നു. ആദ്യത്തെ മുമ്പ് പറഞ്ഞ പോലെ വേറെ പോസ്റ്റിൻ്റെ വെരിഫിക്കേഷനാണ്, അതും കിട്ടിയില്ല. ഇപ്പോൾ ഇത് വന്നപ്പോൾ അപ്പോൾ അങ്ങനത്തെ ആ സമയത്ത് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കൂടുതൽ ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട്സിന് കിട്ടി,
ആ ഒരു സമയത്ത് വല്ലാതെ ഡൗൺ ആയി അതെ, എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് കിട്ടി, എൻ്റെ സ്റ്റുഡൻസിന് കിട്ടി. അപ്പോൾ ശരിക്കും നമ്മളുടെ ആ ഒരു ജേണിയിൽ സ്റ്റുഡൻസിനും കൂടെ കിട്ടാന്ന് പറയുന്ന സമയത്ത് അതല്ല ഞാൻ അവരോടൊന്നും ഉണ്ടായിട്ടല്ല. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല. അതായത് നമ്മള് നമ്മളുടെ എവിടെയോ നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ വിശാല സ്ഥാനത്ത് ഞാനാണെങ്കിലും സ്വാഭാവികമായിട്ട് ഡൗൺ ആവും. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ഞാനും പ്രിപ്പയർ ചെയ്യുന്ന ഈക്വൽ ടൈമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് കയറി ഞാൻ കയറിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും വിഷമല്ലാത്തൊരു കാരണം അത് ശരിക്കും നമ്മളുടെ ആ ഒരു ജേണിയിൽ ഉണ്ടാക്കിയെടുത്ത കുറേ ബന്ധങ്ങൾ, നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ സത്യനാൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു അവരുടെ റിസൾട്ടുകളും അവരുടെ ഇപ്പോഴത്തെ വലിയ വലിയ പൊസിഷൻസും നടന്നത്. പക്ഷെ നമുക്കൊരു ഉള്ളു തുറന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അവരൊക്കെ ഈ പറഞ്ഞ ചെലവിന് കൊണ്ടുപോവുക, ഇങ്ങനെ ട്രീറ്റിന് വിളിക്കുക, ആ സമയത്തൊന്നും അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ വൈസ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെലവായി കൊടുക്കാനുള്ള ഇതിലേക്ക് എത്തിയില്ല. അതെ അതെ അതെ, ചെലവ് വേണോ പറയുമ്പോൾ. ഓ തീർച്ചയായും. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു, കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ലീപ്പാണ് സംഭവിച്ചത്. അതായത് നല്ലൊരു ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇതിപ്പോ പേ ലെവൽ ഏതാ വരാ? ഇതിപ്പോ പേ ലെവൽ 6 ആണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റും പേ ലെവൽ 6 ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു സാധനത്തിൽ തന്നെയാണ് ഇപ്പൊ കയറിയിട്ടുള്ളത്. അതായത് അതെ, നമ്മള് അതാണ് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അതിന്റെ അഡ്വാൻറ്റേജ് തീർച്ചയായും ഉണ്ടാവും. കാരണം ഇപ്പൊ എനിക്കിപ്പം ചോദിക്കട്ടെ, ജിയോളജി ഉള്ള ആൾക്ക് മാത്രമാണ് ഈ എക്സാം എഴുതാൻ പറ്റുക? അതെ അതെ, ഇത് ജിയോളജി അത് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് വിളിച്ച പോസ്റ്റ്. അതെ അതെ അതെ, സെലക്ഷൻ പോസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. എങ്ങനെയൊക്കെ ആയാലും ഇപ്പം ഒരു ഓൾ ഇന്ത്യ ലെവലിൽ 10 വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ 5 റാങ്ക് സെക്യൂർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വിശാൽ ഇങ്ങനെ പറഞ്ഞു നടക്കാം, എന്ത് കേരളത്തിനാളെ പോയിട്ടുള്ളൂ ഞാനാണ് വേണമെങ്കിൽ അല്ലേ വിശാൽ ആഗ്രഹം ഞാനാണ്, എനിക്കത് കിട്ടിയെങ്കിൽ ഞാൻ പറയും ഇങ്ങനെ പോസ്റ്റർ ചെയ്തിട്ട് കേരളത്തിനാളെ ഉള്ളൂ ഞാനാണ്. അല്ല, അപ്പൊ അതിന്റെ ഒക്കെ ഒരു കുറച്ച് ഓവർ സ്റ്റിമുലേഷനിലാണ് വിശാൽ സ്വതവേ ഒരു ഇൻട്രോവേർട്ട് ആണെന്നുള്ളൊരു കുപ്രചരണം ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശരിയാണ്, അത് ഒരു രീതിയിൽ. പക്ഷേ ഈ ടോക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. വിശാൽ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, മേ ബി റിസൾട്ട് കിട്ടിയ സന്തോഷത്തിലാവാം. റിസൾട്ട് കിട്ടിയതിന്റെ സന്തോഷം. റിസൾട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നോട് ഇപ്പോൾ ചോദിക്കാൻ, ഞാനിപ്പോൾ റിസൾട്ട് കിട്ടിയതെങ്കിൽ വലിയ റാങ്കൊക്കെ സെക്യൂർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വിശാലിന് ആ ഒരു റിസൾട്ട് കിട്ടുന്ന സമയത്തിനൊന്ന് വളരെ മനോഹരമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? റിസൾട്ട് കണ്ട ഒരു മൊമെന്റ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ആക്ച്വലി വന്നിട്ട് 3 മാസമായി. ഞാൻ പിന്നെ അത് ഇത്രയും ഡിലേ ആക്കിയത് കഴിഞ്ഞ് നമ്മളെ ഓഫർ അപ്പോയിന്റ്മെന്റ് വരുമല്ലോ, അത് കണ്ട സമയത്ത് അല്ല, ആക്ച്വലി അതിന് മുന്നേ റിസൾട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഫൈനൽ റിസൾട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ലാസ്റ്റ് നവംബറിലേക്കായിട്ട്. അപ്പോൾ ആ നവംബർ 3rd വീക്കിൽ എനിക്ക് വേറൊരു എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് ആയുർവേദേൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പോൾ അതായിരുന്നു റീസെൻ്റ് ആയിട്ടുള്ള ആ സമയത്ത് ഉണ്ടായിരുന്നൊരു എക്സാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് കയ്യിൽ നിന്ന് പോയി, വിചാരിച്ച പോലെ ആയിട്ടില്ല. ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുമ്പം ഞാൻ ഇങ്ങനെ ഫോൺ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്ന്, ഒരു കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന്. അപ്പം ഞാനത് എനിക്കത് അൺനോൺ, ആക്ച്വലി അത് ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പറായിരുന്നു, അൺനോൺ നമ്പറായിരുന്നു. അപ്പം നോക്കിയപ്പം ഇതേപോലെ ഡൽഹിയിലും ലക്നൌവിലും പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്. നമ്മൾ ഹൈദരാബാദിൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവളാണ് അത് അയച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്റ്റണ്ടായി. ഞാൻ കൈയും കാലൊക്കെ എനിക്ക് അയച്ചാൽ മനസ്സിലായിട്ടില്ല, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്താണെന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് പിന്നെ മനസ്സിലായി നമ്മളൊരു കോമൺ ലിങ്ക് പിന്നെ ഉള്ളത് ഹൈദരാബാദാണ്, ബാക്കി 2 സാധനങ്ങളും കഴിഞ്ഞു. അപ്പം ഞാൻ നേരെ ഹൈദരാബാദ് സദേൺ റീജിയൻ്റെ വെബ്സൈറ്റ് എടുത്ത്, അപ്പോൾ അതിൽ ആ ദിവസം അതെ, അപ്പോൾ അതിലിങ്ങനെ നോമിനേറ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഞാൻ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പം വിശാൽ കേസ് പക്ഷെ ആദ്യം വിശാൽ എന്ന് പറഞ്ഞൊരു പേര് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ഓക്കെ അതിൽ വേറൊരു വിശാലുണ്ട്, കാറ്റഗറി വ്യത്യാസമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട്, ഈ കുട്ടിക്ക് KS അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് അവിടെ വിശാൽ KS കാണുന്നത്. അതെ, എപ്പോഴാണ് അൺറിസർവ്ഡ്, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, സാധനങ്ങൾ, പിന്നെ മാർക്കൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ സാധനം വന്നത്. നമുക്ക് കിട്ടുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടില്ല ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഒന്ന് കണ്ടപ്പം. പിന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര നമ്പായിപ്പോയി. ഓൾറെഡി ഒരു എക്സാമിന് വേണ്ടി പഠിച്ച ആ ഒരു സ്ട്രെസ്സിൽ ഇങ്ങനെ ഫുൾ നെഗറ്റിവിറ്റി ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു സമയത്ത് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഈ ലിസ്റ്റ് വന്ന് അതിൽ പേരുണ്ട്
വിശാൽ KS ആണ്. റോൾ നമ്പർ നോക്കി, രജിസ്റ്റർ നമ്പർ നോക്കി, പേ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി എല്ലാം നോക്കി കൺഫേം ആക്കി. എല്ലാം നോക്കി കൺഫേം ആക്കി. അപ്പം വീട്ടിൽ അമ്മയും പപ്പയും ഉണ്ടായിരുന്നു. അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്ത്. ആദ്യം അമ്മേനെ വിളിച്ചത്? ആദ്യം അമ്മേനെ വിളിച്ച. അമ്മേന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? അമ്മേന്റെ റിയാക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ? നമ്മളെല്ലാവരുടെയും റിയാക്ഷൻ ഏകദേശം ഒരേപോലെയാണ്. അതായത് നമുക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം വേറൊരു സ്ഥലത്ത് ഇതുപോലെ വെരിഫിക്കേഷന് പോയിട്ട് അവസാനം അത് അവരത് പോസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ കാരണം കൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് അതും ഒരു ഡാർക്ക് മെമ്മറി ആയിട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി ആയിട്ടാണ് ഇതെല്ലാം കൂടി ആയിട്ട് ഇതിങ്ങനെ ആക്കണോ ക്രോസ് ചെക്ക് ചെയ്യണോ? അതെ, ഇതിന് വേറെ എന്തെങ്കിലും ഇതുണ്ടോ? അത് DVയും കഴിഞ്ഞിട്ടുള്ള ഫൈനലിസ്റ്റ് ആണ്. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. ഇനി SSCയുടെ പരിപാടി അതോടെ കഴിഞ്ഞു എന്നുള്ളത് കൺഫേംഡ് ആയി. പക്ഷെ എന്നാലും അതിലിങ്ങനെ നോക്കി നിന്ന് പിന്നെ നുള്ളി തല്ലി എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടി അവസാനം വിശ്വസിക്കാൻ പറ്റി. പക്ഷെ അത് എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. റിസൾട്ട് വന്നു, ശരിയാണ്, ഞാൻ തന്നെയാണോ? വിശാൽ ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ട വിശാൽ പറഞ്ഞില്ലേ, അപ്പം എനിക്കത് കണ്ട് ഞാനിങ്ങനെ ഉറക്കം തനിച്ച് മെയിൽ ചെക്ക് ചെയ്തു, എനിക്ക് തന്നെയാണോ മെയിൽ വന്നത്, എന്റെ പേര് തന്നെയാണോ? പിന്നെ അതുപോലെ എന്താണ്, പിന്നെ മാറിയിട്ടൊന്നുമില്ലല്ലോ. അത് അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് കുറെ കാലത്തെ എഫേർട്ട് അല്ലേ, അത്രയും ഇപ്പൊ വിശാല് ഇത് കേട്ട് നോക്കുമ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് കിട്ടാണ്ടാവുമ്പോഴൊരു ട്രോമയിലൂടെ കടന്നു പോയ ആളാ വിശാല്. അപ്പൊ സ്വാഭാവികമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഏതൊരു മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ്. അതുമാണ് ആ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ആ ഉണ്ടായ വർക്ക് റിസൈൻ ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആദ്യമൊന്നും ഡയറക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ പല പ്രശ്നങ്ങൾ വന്ന് ഞാൻ ആദ്യം വേറൊരു വെരിഫിക്കേഷൻ ഇങ്ങനെ പോകുന്ന സമയത്തായിരുന്നു CGLന്റെ റിസൾട്ട് വന്നത്, കഴിഞ്ഞ CGLന്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഇതേപോലെ ആൾക്കാർക്ക് എന്നെ വിളിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൂഡിൽ ഞാൻ കയ്യിൽ നിന്ന് ഉള്ളതും പോയി. ഇതേ പറഞ്ഞ പോലെ ആകെ ഒറ്റ വേക്കൻസിയേ ഉള്ളൂ, ഒരു ഗ്യാരണ്ടി ഇല്ലാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നാടായ നാട് ഇങ്ങനെ തണ്ടി നടക്കുന്ന ഒരു സമയത്തായിരുന്നു. എല്ലാവരും ഞാൻ വിട്ടുകൊടുക്കാറില്ല, അല്ല ഞാൻ ഗിവ് അപ്പ് ചെയ്യാറില്ല, ഞാൻ കൺസിസ്റ്റന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും വിശാൽ ചെയ്തത് അത് തന്നെയല്ലേ? വിശാൽ ആ ഒരു പ്രതീക്ഷ വിട്ടിട്ടില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലേ? അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഇതിന് എന്തായാലും കിട്ടുന്നില്ല. ഐ മീൻ ഐ റിമെമ്പർ ദ ഫസ്റ്റ് ഡേ, നമ്മളത് ആ മീറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വിശാൽ ഡിസേർവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വിശാൽ ഇപ്പോൾ ഉള്ളത്. സോ ഇപ്പം അതിലിപ്പം രാജ്യത്തെ സെർവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മളെ കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ കേവലം ഒരു ജോലിയിലേക്കല്ല പോകുന്നത്, കേവലം ഒരു ശമ്പളം കിട്ടാനുള്ള മാസ ശമ്പളം കിട്ടാനുള്ള ജോലിയിലേക്കല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പോകുന്നത് ഈ രാജ്യത്തെ സെർവ് ചെയ്യാനാണ്. ഈ രാജ്യത്തിൻ്റെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി സർവീസുകളിൽ കയറിയിട്ട് അതിനുവേണ്ടി രാജ്യത്തിന് വേണ്ടി സെർവ് ചെയ്യാനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും വളരെ ഉത്തരവാദിത്തങ്ങൾ ഏറിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനാണ് വിശാലിൻ്റെതും ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ. സോ ഭാവി ഇപ്പം വിശാൽ ആഗ്രഹിച്ച പോലെ ഇപ്പോൾ സതേൺ റീജിയനിൽ പ്ലേസ്ഡ് ആയി, ബാംഗ്ലൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം പ്രൊമോഷൻ കിട്ടട്ടെ, 2 വർഷം പ്രൊമോഷൻ കിട്ടേ കഴിഞ്ഞ് പ്രൊമോഷനിലേക്ക് പോയി ആഗ്രഹിച്ച പോലെ മഹാരാഷ്ട്ര, UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ അടക്കം അല്ലേ, ജമ്മു കാശ്മീർ ഓരോ ടൈപ്പ് സോയിൽസ് പരിചയപ്പെടല്ലോ. ഓക്കെ, എന്തായാലും എനിക്ക് സാധിക്കട്ടെ. അപ്പം ടീമേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും ആശംസയും പ്രാർത്ഥനയും ഇപ്പം പേഴ്സണലി എൻ്റെയും വിശാലുണ്ടാവും. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിശാലിനെ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും മൊമെന്റ് ഷെയർ ചെയ്യാനുണ്ടോ? പറയാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഇതിൽ, റിലാക്സ്ഡ് ആണ്. ആൻഡ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒബ്വിയസ്ലി നമ്മളുടെ ഒരു അക്കാഡമിക് ടീം എന്ന് പറയുന്ന ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷറും ഡയറക്ഷനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതും അങ്ങനത്തെ ആൾക്കാർ തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും അല്ലാണ്ട് പഠിക്കുന്ന സമയത്തും ഇപ്പോൾ എക്സാം എഴുതുന്നത്, അതിൻ്റെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറേയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സെൽഫിഷ് ആവാനാണ് ചാൻസ് ഉള്ളത്. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അത് ജനറലി പറയുകയാണെങ്കിൽ ഞാനും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. പക്ഷെ എനിക്ക് കിട്ടിയത് നേരെ തിരിച്ചാണ്. എനിക്ക് വളരെ നല്ലൊരു എന്താ പറയുക, ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ പഠിച്ചത്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസും ഹെൽപ്പ് ചെയ്യുന്നതും ഇമോഷണലിയും പഠിക്കുന്നതിൻ്റെ കാര്യത്തിലും നമ്മളെ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള വളരെ ഭയങ്കര ഒരു
നല്ലൊരു എൻവയോൺമെൻറ്റിലാണ് ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതും അങ്ങനെ ഇതൊക്കെ കിട്ടിയത്. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് പറയുമ്പോൾ പിന്നെ എന്തായാലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായാലും പറയണം. കാരണം ഈ പറയുന്ന പോലെ എല്ലായിടത്തും ഇപ്പോൾ ഫൈനാൻഷ്യലി കുറേ എന്താ പറയുക ഇതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കുറേ പോകേണ്ടി വന്നു, കൽക്കട്ടയിൽ പോയി, അതെ, പിന്നെ അങ്ങനെ പല പല സ്ഥലത്തും പോയി. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു ആദ്യം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഉള്ളുന്നൊരു വല്ലാത്തൊരു കുത്തൽ വരും. പൈസ വാങ്ങി എപ്പോഴാ തിരിച്ചു കൊടുക്കുക? സത്യം പറഞ്ഞാൽ ഇനി തിരിച്ചു കൊടുത്തൂടല്ലേ? അതെ, ഇനി തിരിച്ചു കൊടുക്കുക, എല്ലാം തിരിച്ച് ട്രീറ്റ് ചെയ്യാം. അതെ. പിന്നെ അങ്ങനത്തെ ഒരു ബാക്കിങ് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലോ പോയിന്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അത്രയും ഇപ്പോൾ ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും പറയുമ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇപ്പോൾ പലതും പറയാമല്ലോ. അതായത് ഇപ്പം എല്ലാം ശരിയാവും എന്നൊരു സാധനം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊരു വാംത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. ഇപ്പം എല്ലാവരും പറയുന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെയുണ്ട്, എത്രയാണെന്ന് വെച്ചാൽ ടൈം എടുക്കണമെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം, അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നതുകൊണ്ടും ശരിക്കും ഭയങ്കര ഉണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നില്ല. അതെ അതെ, ആൾക്കാരെ സംബന്ധിച്ച് അണ്ടർ പ്രഷർഡ് ആൾക്കാർ കിട്ടും, എല്ലാവർക്കും കിട്ടും. കാരണം ആ ശരിക്കും രണ്ട് രീതിയിൽ നല്ലതാണ്. ഇൻഡയറക്റ്റ് പ്രഷറിലായിരുന്നു വിശാല്, പക്ഷെ ചില ആൾക്കാർ ഡയറക്റ്റ് പ്രഷറിലും ഉണ്ടാവും. അപ്പോൾ അതെ, അപ്പം ഏത് സ്റ്റേജിലായാലും പഠിക്കുക, അച്ചീവ് ചെയ്യുക. അപ്പം ഫാമിലിയും ഫ്രണ്ട്സിൻ്റെയും കാര്യം പറയുമ്പോൾ അതാണ്, അവരുടെ സ്നേഹം സപ്പോർട്ട് മാത്രമല്ല അവരുടെ ടോളറൻസും വേറെ തന്നെയാണ്. കാരണം അമ്മമാര് വെറുപ്പിക്കില്ല, ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതും ഉണ്ട് ആക്ച്വലി. അപ്പോൾ അവർക്കൊക്കെ സന്തോഷം ഉണ്ടല്ലേ? എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും വിളിച്ചോ? എല്ലാവരും വിളിച്ച് കിട്ടിയപാട്. അതെ, ആദ്യം ഞാൻ ആരടുത്തൊക്കെയാണോ ഡാർക്ക് അടിച്ചത് അവരൊക്കെ ഞാൻ വിളിച്ച് ആദ്യം അവരെ പറഞ്ഞൊന്ന് സെറ്റാക്കി, പിന്നെ ബാക്കി എല്ലാവരെയും അറിയുന്നു. അങ്ങനെ എല്ലാവരും നല്ലത് കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അതെ അതെ, അവരൊക്കെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞപ്പം കുറേയൊക്കെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇനിയും പോകാണ്ട് കുറച്ചുകൂടി അല്ലേ? ഇനിയും കുറേ ഉണ്ട്. അതെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എത്ര വൈകിയാലും അത് നമ്മളെ തേടിയെത്തും. കാരണം അത് കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആരും ശ്രമം നിർത്തരുത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിശാല്. അല്ലെങ്കിൽ ഇതുപോലെ വിജയം കൈവരിച്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ഒരിക്കൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് ഒരിക്കൽ നിങ്ങളെ തേടിയെത്തും. നിങ്ങളും നാളെ ഇതുപോലെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തും, ഉയരങ്ങളിലേക്ക് എത്തും. രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരെ നിങ്ങളെത്തും. എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.